ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SM KL04 വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ സനൽ. നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്ക കേക്കാണ്. അതും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മുട്ടയും മൈദയും ചേർക്കാതെ ഇതുപോലെ കുക്കറിനകത്ത് നമുക്ക് ഈസിയും സിമ്പിളുമായിട്ട് ആർക്ക് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല മോയ്സ്ചറായിട്ടുള്ള നല്ല അടിപൊളി ഒരു ചക്ക കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ? പോകാം വീഡിയോയിലേക്ക്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 10 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇത് വരിക്കച്ചക്കയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് സീസണൽ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ചക്കപ്പഴമാണെന്നേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു ജാർ എടുക്കാം. അതിലേക്ക് ഈ ചക്കച്ചുളകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിന് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml കപ്പിലാണ് ഞാനിത് എടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കി മെഷർമെൻറ്റ്സ് എടുത്താൽ മതിയാവേ. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിന് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിന് സൺഫ്ലവർ ഓയിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം വേണമെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഏത് മണമില്ലാത്ത ഓയിൽ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു ജാർ എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമ്മളിത് അരച്ചെടുത്ത് വെച്ചേക്കുന്ന ഈ റവയും ചക്കയിലേക്ക് നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇത് അരയ്ക്കുന്ന ടൈമിൽ നല്ല കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൂടെ ചേർത്ത് അരച്ചെടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്കൊരു കുക്കർ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇത്രയും വലിയ കുക്കർ എടുക്കണമെന്നില്ല. ഒരു 2 ലിറ്ററിൻ്റെ കുക്കർ എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വൈറ്റ് ബുക്ക് പേപ്പറല്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് നമ്മൾ സ്പ്രെഡാക്കി എടുക്കുക. അങ്ങനെ സ്പ്രെഡാക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ പേപ്പർ ഒരു ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് തരും. നമ്മൾ ഫുള്ളായിട്ട് കുക്കറിലും ആ പേപ്പറിലെല്ലാം നല്ലതായിട്ട് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് അളവിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ ഒരു 2-3 കറക്ക് കറക്കിയിട്ട് കൊണ്ടുവരും. ഒത്തിരി ഇട്ടങ്ങ് നമ്മൾ അടിച്ചെടുക്കരുത്. എന്നിട്ട് നമുക്കത് കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അത് അടിച്ചെടുക്കുന്ന ടൈമിൽ ഒത്തിരി കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൂടെ ചേർത്ത് അടിച്ചിട്ടെടുക്കാം കേട്ടോ. റവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇരിക്കുന്തോറും ഇച്ചിരി കട്ടയാവും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ മിക്സ് നമുക്ക് ഈ കുക്കറിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആ ബാറ്റർ ഒന്ന് ലെവലാക്കി ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് കാഷ്യൂസും റൈസിൻസും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂസും റൈസിൻസും എൻ്റെ ഉള്ളതും കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നമുക്ക് ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ചേർക്കാം. ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മളിതേ കുക്കറിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് വാഷർ മാത്രം ഇട്ടിട്ട് അതിൻ്റെ വിസിൽ അങ്ങ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പങ്ങ് വെച്ച് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതേ ഇവിടെ ഒരു പോയ തവയാണ് വെച്ചിരിക്കുന്നത്. തവയൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ മീതെ ആ കുക്കർ അങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം. ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെന്തോ നോക്കിയതിന് ശേഷമാണ് എടുക്കുന്നത്. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് കുത്തി നോക്കിയിട്ട് നടുഭാഗം വെന്തെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഞാനത് നോക്കിയിട്ടുണ്ട്. കണ്ടോ, ഹോള് കണ്ടോ. അപ്പം ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് നമുക്ക് കുക്കറിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതെ, നമ്മുടെ കുക്കറിലകത്ത് കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ വിട്ട് വന്നോളും. വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പിച്ചാത്തി കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വെടിയിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതെ, നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ചക്ക കേക്കാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓവനും ബീറ്ററും ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല സൂപ്പർ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതേ നമുക്കിതിൻ്റെ പുറകിലത്തെ ആ ബട്ടർ പേപ്പറല്ലേ, പേപ്പർ പൊളിച്ച് കളഞ്ഞില്ലായിരുന്നു, നമുക്ക് ആ പേപ്പർ അങ്ങ് പൊളിച്ച് കളയാം. അപ്പോൾ അതേ നമ്മൾ ബുക്ക് പേപ്പറാണ് നമ്മൾ ഓയിലിൽ പുരട്ടി വെച്ചതെന്ന് പോലും പറയത്തില്ല. ബട്ടർ പേപ്പറിൻ്റെ അതേ എഫക്റ്റാണ് കേട്ടോ നമുക്ക് ഈ പേപ്പർ. അതേ പുറകുഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. പിന്നെ നമ്മൾ കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒത്തിരി പഴകാത്തത് വേണം കേട്ടോ എടുക്കാനായിട്ട്, എന്നാലേ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടത്തുള്ളൂ. അതേ നമുക്ക് കേക്ക് അങ്ങ് കട്ട് ചെയ്തെടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് ഇതിന് ഉൾവശമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. എന്താ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല കേക്കാണ് കേട്ടോ, നല്ല മോയ്സ്ചറായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.